എല്ലാവർക്കും എൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഒരു ട്രാവൽ വ്ളോഗൊന്നുമല്ല, കുറേ നാളായിട്ട് മനസ്സിലുള്ളൊരു ആഗ്രഹമാണ് ഒരു ഏറുമാടം എവിടെയെങ്കിലും ഒരെണ്ണം റെഡിയാക്കണമെന്നുള്ളത്. അങ്ങനെ ആലോചിച്ചിരുന്ന സമയത്താണ് എൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ഒരു മനയുണ്ട്. അപ്പോൾ ഇവിടെ നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ്, ധാരാളം മരങ്ങളും ഒക്കെ ഉള്ളതാണ്. എൻ്റെ ചില വീഡിയോസിൽ ഞാനത് ചെയ്തിട്ടുണ്ട്, മനയെക്കുറിച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നല്ലൊരു മനയെ തന്നെ നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചു. ഇതിൻ്റെ മാസ്റ്റർ പ്ലാൻ രാജേഷേണ്ണാണ് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഐഡിയ. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കുറേ കാഴ്ചകളൊക്കെയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്കുന്നത്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഏറുമാടം കെട്ടുന്നത്. നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള അടയ്ക്കാമരം വെട്ടണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് അടയ്ക്കാമരം നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ഇതിന്റെ അകത്ത് ഒരെണ്ണം കിട്ടും, നമുക്ക് അത് കിട്ടിയാലോ. ഇതിന്റെ അകത്തായിട്ട് ഒരെണ്ണം ഉണ്ടാവും, നമ്മുടെ ആ ഒരു ഹൈറ്റിലുള്ള കിട്ടും. കമ്പടിഞ്ഞു വേണ്ട നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് കൊണ്ടുപോകുന്നത്. നമ്മൾ വിചാരിച്ച പോലല്ല, നല്ല പണിയുണ്ട് ഇതിന്. എന്തായാലും ഒരു 2-3 ദിവസം എടുക്കും നമ്മളെ ഈ ഒരു പ്ലാൻ വെച്ചിട്ട് ഇത് തീരാനായിട്ട്. എല്ലാവരും വേർത്ത് കുളിച്ച് നിൽക്കണം. ചേട്ടാ പാട്ടിയുടെ വെയിറ്റ് പോകുമ്പോഴാ പാട്ട് വിളിക്കാൻ പോകാൻ കമ്പരിക്കാൻ വെയിറ്റ്. ഇവിടെ പറയുമ്പോ തെങ്ങുണ്ട്, തെങ്ങനെ മാറ്റണം. മണ്ട് നമ്മള് ഇത് മരത്തിലായിരുന്നു പ്ലാൻ ചെയ്തത്. അത്രയും നമുക്ക് റെഡിയാകാത്തതുകൊണ്ട് ഒരു തൂണ് നമ്മൾ അഡീഷണൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ സമയം വൈകിട്ട് 5:30 ആയിട്ടുണ്ട്. നമ്മുടെ ഏകദേശം ഇന്നത്തെ ഒരു പണിയൊക്കെ ഒതുങ്ങാറായിട്ടുണ്ട്. അപ്പം ഒരു ചായയും കൂടെ കുടിച്ച് നമുക്ക് അടുത്തൊരു തൂണിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് നമുക്ക് ബാക്കി പണി നമുക്ക് നാളെ രാവിലെ ആരംഭിക്കാം.
അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ദിവസം. ഇന്നപ്പോൾ മുള വെട്ടിയിട്ട് നമുക്കതിൻ്റെ ബേസിലെ ജോലികളാണ് ഇന്ന് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയേക്കുന്നത്. ആഞ്ഞിലിച്ചക്കൊക്കെ ഇവിടെ ഇഷ്ടംപോലെ നിൽപ്പുണ്ട്. ഞാനൊക്കെ പറിച്ച് കഴിക്കണം. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ഇവിടെ കുറേ മുളകൾ നിൽപ്പുണ്ട്. ഇവിടുന്ന് വെട്ടാനാണ് നമ്മൾ വാങ്ങിയത്. Lali 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 le, lali. നമ്മളിപ്പോൾ വെട്ടിയ മുള ഇത് ചെറിയ ചെറിയ പീസാക്കണം. കാരണം എങ്കിലും നമുക്ക് ഇത് നമ്മുടെ പ്ലാറ്റ്ഫോമായിട്ട് വിരിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഉള്ള പരിപാടിയാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. അടക്ക പൈസ ഇനി നമുക്ക് നമ്മുടെ ഈ മുള മേളില് നിരത്തുന്നൊരു ജോലിയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഒരു ആയേഷേട്ടനും വൈശാഖമാണ് അതിൻ്റെ ജോലികൾ തീർക്കുന്നിട്ട് ഇരിക്കുന്നത്. നമ്മളൊരു പ്ലാന് ഇന്ന് തന്നെ ഇത് തീർക്കണം എന്നുള്ള ഇതിലാണ്. കാരണം ബേസ്മെന്റ് മുള നിരത്തി കഴിഞ്ഞ് തന്നെ തീർക്കാൻ പറ്റും അല്ലേ? അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ കുറച്ച് മുളയും കൂടെ നിരത്തി കഴിഞ്ഞാൽ ബേസ്മെന്റിന്റെ വർക്ക് ഏകദേശം തീരും. അതേപോലെ തന്നെ സൈഡില് കുറച്ച് ഒരു മറ എടുക്കണം അല്ലേ? അതും മേൽക്കൂരയുടെ പരിപാടിയും കൂടെ ഉണ്ട്. എന്തായാലും നമ്മൾ വിചാരിച്ചതിനേക്കാളും സംഗതി ഭംഗിയായിട്ടുണ്ട്. ഇവിടെ ഇരിക്കാൻ തന്നെ പുറകെ കാണുന്ന നേരെ തുറച്ചു കഴിഞ്ഞാൽ പിന്നെ മനയാണ്. അതുപോലെ തന്നെ ചുറ്റും നല്ല കാറ്റുണ്ട്. കാടും ഈ ഒരു അന്തരീക്ഷം നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം. പിന്നെ അപ്പുറത്തെ സൈഡ് റബ്ബർ കാടാണ്. പിന്നെ ഇപ്പുറത്തെ അമ്പലവും അവിടുത്തെ കുറെ മരങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഇവിടെ നല്ല തണുപ്പാണ്. പിന്നെ ഞങ്ങള് തൊട്ടടുത്തൊരു പുളിയും ഇവിടെ കൈ നോക്കി കഴിഞ്ഞാൽ തന്നെ മാങ്ങ പറിക്കാം. ആ മാങ്ങയൊക്കെ നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ. നമുക്കിനി നമ്മുടെ ബേസ്മെന്റിനായിട്ടുള്ള ഇല്ലിമുളയാണ് വെട്ടേണ്ടത്. അപ്പോൾ ഇവിടെ അടുത്തൊരു ചെറിയൊരു കുറച്ച് ഇല്ലിമുളകൾ നിൽപ്പുണ്ട്. അപ്പോൾ അതെന്തായാലും വെട്ടിയെടുക്കുക. ഏകദേശം നല്ല നീളത്തിലുള്ള സാധനം കിട്ടണം. മറ്റത് വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല. മറ്റത് വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് സെന്റർ സപ്പോർട്ട് ചെയ്ത് നിർത്താനുള്ള ഒരു കമ്പാണിത്. അത് നമുക്ക് പൊക്കി കയറ്റാം. മേളില് ഇവിടെ ടീമുണ്ട്. നമ്മളെന്തായാലും സപ്പോർട്ട് ചെയ്ത് കൊടുക്കണടാ. അവിടെ ഒന്ന് ചുറ്റി നിർത്തി. ഈ ഏറുമാടത്തിൻ്റെ മേൽക്കൂരയുടെ പണി തീരാറായി. അതായത് ഈ ഒരു കമ്പ് വയ്ക്കുന്ന കാര്യം. ആദ്യം ഓർത്തത് പനയോല വെച്ച് ചെയ്യാമെന്നാണ്. പക്ഷേ മഴയുടെ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് നമ്മളിത് ഷീറ്റായിട്ട് ചെയ്യുന്നത്.
അങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് തുടങ്ങിയ നമ്മുടെ ഏറുമാടത്തിന്റെ പ്രവർത്തനം അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് അതിന്റെ ഒരു ഫ്രണ്ട് ഡോറ് ഒരു എൻട്രൻസ് ഒരു റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു മുള വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ സാധനം സെറ്റ് ചെയ്തെങ്കിൽ ഇങ്ങനെ ചേട്ടാൻ പോണേട്ടാ. ഈ വശം മറയ്ക്കാനാ? ഈ സൈഡ് മറച്ചു നോക്കി ഒരു വശത്തൂടെ കയറാല്ലേ? ഐഡിയ ഉള്ളതുകൊണ്ട് ഇല്ല കെട്ടി തുടങ്ങാല്ലേ. എടുത്തോടാ എടുക്കറ ഒന്നും രക്ഷയിട്ട് എല്ലാം മേടിച്ചെന്നിട്ട് ഇതിൽ താഴേക്ക് ഇറങ്ങണ ഇത്തിരി ഒരു പണിയാണ്. സാധനം റെഡി ആയിട്ടുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ ഒരു പോർഷൻ നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ കവർ ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ എൻട്രൻസിന്റെ ജോലികൾ തീർന്നു. നമുക്കിതിൻ്റെ വശങ്ങൾ മറയ്ക്കുന്ന ഒരു ജോലിയാണിത്. അപ്പം നേരത്തെ എടുത്ത ആ ഒരു പനയുടെ ഓല തന്നെയാണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഏറുമാടം കെട്ടിക്കഴിഞ്ഞത് നല്ലൊരു സമയത്താണ്. നല്ലൊരു മഴ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലിരുന്നിട്ട് ഈ ഒരു മഴ ആസ്വദിക്കാൻ തന്നെ വല്ലാത്തൊരു രസമാണ്. അങ്ങനെ നമ്മുടെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഈ ഒരു ഏറുമാടം എന്നുള്ളത്. അതെന്തായാലും ഇപ്പോൾ എല്ലാവരും കൂടെ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു വ്ളോഗ് കണ്ട് ഇഷ്ടമാകുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലത്തെ രസകരമായിട്ടുള്ള കുറേ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.